ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് സാംസങ് S5301 എന്ന് പറയുന്ന മോഡലിൻ്റെ മൈക്ക് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെ മൈക്ക് വേറൊരെണ്ണം മാറ്റിയിടാം, പിന്നെ വന്നിട്ട് യൂണിവേഴ്സൽ മൈക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാത്തതിൽ 2 വയറുള്ള മൈക്ക് വിത്താൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നിങ്ങൾ മൈക്ക് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്ലോവറെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഈ മൈക്കിൻ്റെ ഭാഗമൊക്കെ കുമളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹീറ്റ് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തോരം ഹീറ്റ് ആവശ്യമുണ്ടോ അത്രയും ഹീറ്റ് വെച്ചിട്ട് മൈക്ക് എടുക്കുക. അപ്പോൾ ഇതിന് 5 കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മൈക്ക് വയ്ക്കുമ്പോൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നല്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ മൈക്ക് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ 2 പോയിൻ്റ്, ഇവിടെ 3 പോയിൻ്റ് കാണാം. ഈ 3 പോയിൻറ്റിൽ നടുക്കൊരു ഹോളും കാണാം. ഇതിൽ ഇതും ഈ നടുക്കത്തെ ഹോളും എല്ലാം എർത്താണ്, നെഗറ്റീവാണ് കണക്ഷൻ. ഈ 2 കണക്ഷനേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷനായിട്ടുള്ളത്. ഗ്രൗണ്ട് അല്ലാത്ത പോയിൻറ്റുകൾ ആ 2 കണക്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സംഭവം ഈ 2 ലൈൻ ഇടയ്ക്ക് ഒരു റെസിസ്റ്റർ വയ്ക്കുക. ഒരു റെസിസ്റ്റർ വെച്ച് 2 സൈഡ് സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് യൂണിവേഴ്സൽ മൈക്ക് ഫിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ സാധാരണ ഡിജിറ്റൽ മൈക്കാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ഡിജിറ്റൽ മൈക്ക് എടുക്കുക. ഡിജിറ്റൽ മൈക്കിൻ്റെ അടിഭാഗം ഒന്ന് സ്ക്രാച്ച് ചെയ്യുക, ഇച്ചിരി ലെഡ് പിടിപ്പിക്കുക, പതുക്കെ ബ്ലോവർ വെച്ച് ഈ സാധനം ഫിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ 2 വയറുള്ള മൈക്രോഫോണ് ചൈന മൈക്ക് ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ വരച്ച് കാണിക്കാം. മൈക്കിൻ്റെ കണക്ഷൻ ഇങ്ങനെയാണ്. അതിൽ ഈ 3 പോയിൻ്റ് ഗ്രൗണ്ടാണ്, നടുക്കൊരു ഹോൾ ഉണ്ടാവും, അതും ഗ്രൗണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു റെസിസ്റ്റർ എടുക്കുക. റെസിസ്റ്റർ എടുത്തേച്ച് ഇതിൻ്റെ മുകളിൽ ഇവിടെ തന്നെ PCBയിൽ വെക്കാവുന്നതാണ്. വെച്ചേച്ച് നിങ്ങൾ ഈ സൈഡും ഈ 2 സൈഡങ്ങ് സോൾഡർ ചെയ്യുക. ആ റെസിസ്റ്റർ എവിടെ നിന്ന് എടുക്കാവുന്നുള്ളത് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചേച്ച് നിങ്ങൾക്ക് 2 സൈഡും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ആ റെസിസ്റ്റർ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ ഇതേ പറയാം. ഒരു 1200 ബോർഡ് എടുക്കുക. അതിൽ ഈ സിംട്രയുടെ മുകളിലൊരു ട്രാൻസിസ്റ്റർ, അതിൻ്റെ മുകളിൽ ഒരു കപ്പാസിറ്റർ, അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റർ, അതിൻ്റെ മുകളിലൊരു ഡബിൾ കപ്പാസിറ്റർ. ഈ വെളുത്ത സ്പെയർ ഉണ്ടല്ലോ, ഡബിൾ കപ്പാസിറ്ററിൻ്റെ അടിയിലിരിക്കുന്ന ആ റെസിസ്റ്ററിങ് എടുത്താൽ മതിയാവും. അതായത് 1 കിലോ ഓം തൊട്ട് ഒരു 10 കിലോ ഓം വരെയുള്ള അതിനിടയ്ക്കുള്ള ഒരു വാല്യൂവിലൊരു റെസിസ്റ്റർ എടുത്താൽ മതി. അത് നിങ്ങൾക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് ഏത് ബോഡിയിൽ നിന്ന് വേണമെങ്കിലും എടുക്കാനുണ്ടാവും. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റർ എടുക്കുക, ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു വയറുള്ള യൂണിവേഴ്സൽ മൈക്ക് എടുക്കുക. യൂണിവേഴ്സൽ മൈക്കിന് ഇതിനകത്തൊരു പോയിൻ്റ് ഉണ്ടാകും, പുറത്തെ പോയിൻ്റ് ആകും നെഗറ്റീവ്, ഒരു പോയിൻ്റ് പോസിറ്റീവ്, റെഡ് കളർ വയറാകും. അപ്പോൾ ഈ നെഗറ്റീവ് നിങ്ങൾ ഈ നെഗറ്റീവിൽ കൊടുക്കുക, പോസിറ്റീവ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഇവിടെ ഏത് സൈഡിൽ കൊടുത്താലും വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ കൊടുത്തേച്ച് എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും തോന്നുകയാണെന്നൊരു റെസിസ്റ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഇത് യൂണിവേഴ്സൽ മൈക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡിജിറ്റൽ മൈക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ മൈക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ 5 പ്രിൻ്റുകളും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ മൈക്ക് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 5 പ്രിൻ്റുകളും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ 2 പ്രിൻ്റ് ഒന്ന് കിട്ടിയാൽ മതി.
ബാക്കി പ്രിൻ്റെല്ലാം പോയതാണെങ്കിലും നമുക്ക് ഗ്രൗണ്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് കൊടുത്താൽ മതി. ഇതിനിടയ്ക്ക് ഒരു രജിസ്റ്റർ വെക്കണം എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.